നേരത്തെ ഉരുൾപൊട്ടലിൻ്റെ അനുഭവമുള്ള ഇനിയും ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശം ചൂരൽമലയ്ക്ക് തൊട്ടടുത്തുണ്ടെന്ന് പറയുന്നു. നെല്ലിക്കാപ്പിലെ കൊഴിഞ്ഞാംകുളത്ത് ഇനി വിരലെണ്ണാവുന്ന കുടുംബങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. മഴയൊന്ന് ആർത്തു പെയ്യുമ്പോൾ ഇവർക്ക് ഉള്ളിൽ ഞെട്ടലാണ്. ഇവരുടെ പുനരധിവാസമടക്കമുള്ള വിഷയങ്ങളിൽ സർക്കാർ ഒരു ഇടപെടലും നടത്തുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. 2019 പുത്തുമലയിൽ മാത്രമല്ല ഉരുൾപൊട്ടലുണ്ടായത്. അതിന് തൊട്ടടുത്ത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഇടം ഉരുൾപൊട്ടിയൊലിച്ച പ്രദേശമാണ്. ഇത് ചൂരൽമലയ്ക്ക് തൊട്ടടുത്തുള്ള നീലിക്കാപ്പ്. പുത്തുമലയിൽ ഉരുളെടുത്ത അതേ നാളിൽ ഇവിടെയും ഉരുൾപൊട്ടി. മലയുടെ ഒരു ഭാഗത്ത് മാത്രമല്ല, പലയിടങ്ങളിലും ഇരച്ചെത്തിയ മലവെള്ളപ്പാച്ചിൽ വീടുകളെയും മനുഷ്യരെയും തൊടാതെ കടന്നുപോയത് മാത്രം ആശ്വാസം. ഇത്തവണ ഉരുളെടുത്ത മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങൾ ഈ മലയുടെ തൊട്ടപ്പുറത്ത്. അന്നത്തെ ഉരുൾപൊട്ടലിൽ വൃക്കരോഗിയായ മകളെയും മറ്റു ബന്ധുക്കളെയും വാരിയെടുത്തു പാഞ്ഞ അനുഭവമുണ്ട് നാസറിന്. ഇത്തവണയും അത് ആവർത്തിച്ചു. 2019 ഉരുൾപൊട്ടലിന് ശേഷം 10 കുടുംബങ്ങൾ മറ്റിടങ്ങളിലേക്ക് പലായനം ചെയ്തു. ശേഷിക്കുന്നത് 9 കുടുംബങ്ങൾ മാത്രം. ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലയിൽ ഒരു കുടുംബത്തിന് മാത്രം സർക്കാർ പുനരധിവാസം നൽകി. മറ്റുള്ളവർ ഇപ്പോഴും കഴിയുന്നത് ആശങ്കയുടെ മുൾമുനയിൽ. ഈ രോഗിയായ മോളെയും ഈ ചെറിയ ഒരു 7 വയസ്സായ കുട്ടിയും ഒരു അധികം ആരോഗ്യശേഷി കുറവില്ല എൻ്റെ ഭാര്യനെ കൂട്ടിയിട്ട് ഈ മല ഇറങ്ങുന്ന ഒരു കാര്യം നിങ്ങളായിട്ട് ഇവിടുന്ന് കടന്നു പോയേക്കുമ്പോൾ അവിടെ റോഡുമില്ല. എന്തോ ഒരു ദൈവികവായം കൊണ്ട് ഞങ്ങൾ അവിടുന്ന് കഴിച്ചിലായി ഇവിടുത്തെ ക്രിസ്ത്യൻ പള്ളിയിൽ പോയി അഭയം പ്രാപിക്കുകയും ചെയ്തത്. ഞങ്ങൾ ഈ പൊട്ടിയപ്പോൾ ഞങ്ങൾ ജീവന് ഓടിയിട്ട് ഞങ്ങൾ മണ്ണിൻ്റെ അടിയിലായിട്ട് ഞങ്ങൾക്ക് കുറേ തന്നിട്ട് കാര്യമില്ലല്ലോ. കഴിഞ്ഞ ദിവസം എത്തിയ കാട്ടാനകൾ ഇതിനിടെ ഇവിടെ കലി തീർക്കുന്നുണ്ട്. ഉരുൾപൊട്ടലിന് ശേഷം വെറുതെ ഇട്ടിരിക്കുന്ന തേയിലത്തോട്ടമാണ് വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രം. 2019 ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്തെ മനുഷ്യർക്ക് പുനരധിവാസമടക്കം ഒരാനുകൂല്യവും ലഭ്യമാക്കിയില്ലെങ്കിലും ഇവിടെ കൂണുകൾ പോലെ റിസോർട്ടുകൾ മുളച്ചു പൊന്തുന്നുണ്ട്. മലയിടിച്ചിലുണ്ടായതിൻ്റെ തൊട്ടടുത്ത് പോലും റിസോർട്ട് നിർമ്മാണം തകൃതിയായി നടക്കുകയാണ്. ആരാണ് ഇതിനൊക്കെ അനുമതി നൽകുന്നത്? പരിസ്ഥിതി ദുർബല പ്രദേശമെങ്കിലും ഉരുൾപൊട്ടലിനിപ്പുറവും റിസോർട്ടുകളുടെ നിർമ്മാണം തകൃതിയാണിവിടെ. മലയിടിഞ്ഞ് പതിച്ചതിന് സമീപം വരെ റിസോർട്ടുകളുടെ നിർമ്മാണം തുടരുന്നു. മുകളിൽ 2 വലിയ പാറയുണ്ട്. അതും പിന്നെ മരത്തിൻ്റെ വേരിൻ്റെ ഇതിലാണ് ആ 2 പാറ നിലകൊള്ളുന്നത്. അതിൻ്റെ തൊട്ട താഴെയാണ് ഇപ്പോൾ പുതിയതായിട്ട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് റിസോർട്ടുകളത്. അതും വലിയ ഭീഷണിയായിട്ടാണ് നമുക്കുള്ളത്. ഇവർക്ക് സ്വന്തമായി ഇവിടെ ഭൂമിയുണ്ട്. ഭൂമിക്ക് തുല്യമായ പുനരധിവാസ സാധ്യത ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അല്ലാത്ത പക്ഷം അടുത്ത മഴക്കാലത്തെ അതിജീവിക്കാൻ കഴിയുമോ എന്ന ഭയം ഇവരിലുണ്ട്. സർക്കാർ ഇടപെടണം, ഇവരെ കണക്കിലെടുക്കണം. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.